വെൽക്കം ടു NRI വേൾഡ്. കോടികൾ നൽകിയാൽ US പൗരത്വം. ഇന്ത്യക്കാരെ ആശങ്കയിലാക്കി ട്രംപിന്റെ ഗോൾഡ് കാർഡ് വിസ പദ്ധതി. ഇന്ത്യക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ച ഗോൾഡ് കാർഡ് വിസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിസമ്പന്നരായ വിദേശികളെ ലക്ഷ്യമിട്ടാണ് ട്രംപ് ഈ പൗരത്വ പദ്ധതി ആവിഷ്കരിച്ചത്. വിദേശ നിക്ഷേപകർക്കുള്ള വിസ പദ്ധതിക്ക് പകരമാണ് പുതിയ പദ്ധതി. $5 മില്യൺ അമേരിക്കൻ ചെലവഴിച്ചാൽ പൗരത്വത്തിലേക്കുള്ള വഴി തുറക്കും. വിദേശികളെ ലക്ഷ്യം വെച്ച 10 ലക്ഷം ഗോൾഡ് കാർഡുകൾ വിറ്റഴിക്കാമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. വൻതുക നിക്ഷേപിച്ചാൽ US ജോലി ലഭിക്കുകയും തുടർന്ന് രാജ്യത്ത് സ്ഥിരതാമസമാക്കാനുള്ള അനുമതിയും ലഭിക്കും. US ഗ്രീൻ കാർഡ് വിസയ്ക്കായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാരുടെ ആശങ്ക ഉയർത്തുന്നതാണിത്. US വ്യവസായ സംരംഭങ്ങൾ നിക്ഷേപം നടത്തുന്നവർക്കുള്ള EB-5 പദ്ധതിക്ക് പകരമായാണ് ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുന്നത്. ഗ്രീൻ കാർഡിന്റെ പ്രീമിയം വെർഷനായാണ് പുതിയ പദ്ധതിയെ വിലയിരുത്തുന്നത്. US ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് EB-5 പ്രോഗ്രാമിനെ ആശ്രയിക്കുന്നവർക്ക് ഇത് വലിയ ആഘാതം സൃഷ്ടിക്കും. EB-5 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഗോൾഡ് കാർഡിലൂടെ US റെസിഡൻസിയും പൗരത്വവും നേരിട്ട് സ്വന്തമാക്കാം. ഈ പുതിയ നിർദ്ദേശം സമ്പന്നർക്ക് മാത്രം ഗുണം ചെയ്യുന്നതാണെന്ന വിമർശനം ഉയർന്നുവരുന്നുണ്ട്. അതേസമയം ടെക് എക്സിക്യൂട്ടീവുകൾ, വ്യവസായികൾ തുടങ്ങിയ US സമ്പന്നരായ ഇന്ത്യക്കാർക്ക് ഈ പ്രോഗ്രാം പ്രയോജനപ്പെടും. കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ അധികവും ഇന്ത്യക്കാർ. കുടിയേറ്റം കുറയ്ക്കുന്നതിന് രാജ്യം കൊണ്ടുവന്ന പുതിയ വിസ ചട്ടം ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും കാര്യമായി ബാധിക്കുന്ന വിസ ചട്ടമാണ് കാനഡ നടപ്പിലാക്കിയത്. ഈ മാസം ആദ്യമാണ് ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന പുതിയ വിസ ചട്ടം രാജ്യത്ത് നിലവിൽ വന്നത്. വിദേശ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, കുടിയേറ്റക്കാർ എന്നിവരുടെ വിസ പദവിയിൽ ഏതു സമയത്തും എന്തു മാറ്റവും വരുത്താൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് സമ്പൂർണ്ണ അധികാരം നൽകുന്നതാണ് ഈ ചട്ടം. ഈ വിസ, താൽക്കാലിക റെസിഡന്റ് വിസകൾ എന്നിവയൊക്കെ നിരസിക്കാനോ റദ്ദാക്കാനോ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കഴിയും. ഏതൊക്കെ സാഹചര്യത്തിൽ വിസ നിരസിക്കാമെന്ന മാർഗനിർദ്ദേശവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. കുടിയേറിയ ഒരാൾ നിയമാനുസൃതമായ വിസ കാലാവധി കഴിഞ്ഞാലും കാനഡ വിടില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അത്തരക്കാരുടെ വിസ റദ്ദാക്കാം. ഇത് പുതിയതായി എത്തിയവർക്കും രാജ്യത്ത് കഴിയുന്നവർക്കും ബാധകമാണ്. വിമാനത്താവളങ്ങളിൽ വെച്ചോ തുറമുഖങ്ങളിൽ വെച്ചോ ആണ് വിസ റദ്ദാക്കുന്നതെങ്കിൽ അവിടെ നിന്നു തന്നെ വിദേശികളെ തിരിച്ചയക്കും. കാനഡയിൽ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികളും തൊഴിലാളികളും എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതിനാൽ തന്നെ ഇവർക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. UAE തൊഴിൽ കേന്ദ്രമായി അബുദാബി ഉയർന്നു വരുന്നു. മികച്ച വേതനമാണ് രാജ്യത്തേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. അതിവിദഗ്ധരായ ബ്ലൂ കോളർ ജീവനക്കാർക്കിനി അബുദാബി ലക്ഷ്യം വയ്ക്കാം. അബുദാബിയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇന്ത്യൻ ബ്ലൂ കോളർ ജീവനക്കാരുടെ ആവശ്യം 25% വർദ്ധിച്ചത്. ഇതോടെ UAEയുടെ പുതിയ തൊഴിൽ കേന്ദ്രമായി അബുദാബി ഉയർന്നുവരുമെന്നാണ് വർക്ക് ഫോഴ്സ് പ്ലാറ്റ്ഫോമായ ഹണ്ടിന്റെ പഠനം വ്യക്തമാക്കുന്നത്. വൻകിട അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ, ലോജിസ്റ്റിക് മേഖല എന്നിവയാണ് ഈ കുതിപ്പിന് കാരണമായത്. ഉയർന്ന വേതനമാണ് ഈ രാജ്യത്തേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. നിർമ്മാണം, ഗതാഗതം എന്നീ മേഖലകളിൽ UAEയിലെ മറ്റേതൊരു രാജ്യത്തേക്കാളും 15 മുതൽ 30% വരെ കൂടുതൽ നൽകുന്നുണ്ട് അബുദാബി. എമിറേറ്റ് വ്യാവസായിക നഗരവികസനത്തിൽ മുന്നേറുകയാണ്. വൈദഗ്ധ്യമുള്ള ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ, ടെക്നീഷ്യന്മാർ എന്നിവരുടെ ആവശ്യം 20 മുതൽ 25% വർദ്ധിച്ചത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കുടിയേറ്റ തൊഴിലാളികൾക്ക് ദുബായ് നൽകുന്ന മോഹന വാഗ്ദാനങ്ങളെക്കാൾ വലുതാണ് അബുദാബി സമ്മാനിക്കുന്നത്. സാമ്പത്തിക വളർച്ചയിൽ ചെറിയ മുന്നേറ്റമൊന്നുമല്ല രാജ്യത്തിനുണ്ടായിരിക്കുന്നത്. 2024 എമിറേറ്റിന്റെ GDP 4.5% വളർച്ച കൈവരിച്ചു. മൂന്നാം പാദത്തിൽ മാത്രം നിർമ്മാണ മേഖല 10% വികസിച്ചു. ഇത് സമ്പദ് വ്യവസ്ഥയിലേക്ക് 26.7 ബില്യൺ ദിർഹമാണ് സംഭാവന ചെയ്തത്. UK പ്രമുഖ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ അധിക വരുമാനം നേടുന്നതിന്റെ ഭാഗമായി ടൂറിസം നികുതി ഏർപ്പെടുത്തുന്നു. സന്ദർശക ലെവി ഏർപ്പെടുത്തുന്ന ആദ്യ UK നഗരമായി എഡിൻബർഗ് മാറി. ഒന്നിലധികം UK ഡെസ്റ്റിനേഷനുകൾ അധിക വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള മാർഗമായി ടൂറിസം നികുതി ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുന്നു. ലണ്ടൻ, എഡിൻബർഗ്, ഗ്ലാസ്ഗോ, ലിവർപൂൾ എന്നിവ 2025 പുതിയ ടൂറിസം നികുതികൾ നേരിടും. 2 നഗരങ്ങൾ ഇതിനകം സന്ദർശക ലെവികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാഴ്സലോണ, വെനീസ് തുടങ്ങിയ പ്രശസ്തമായ നിരവധി യൂറോപ്യൻ ലക്ഷ്യസ്ഥാനങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്ന ടൂറിസ്റ്റ് ലെവികൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അധിക ടൂറിസത്തിന്റെ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുമായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. UK നഗരങ്ങൾ ഇത്തരം ചാർജുകൾ ഏർപ്പെടുത്തുന്നത്
ഏർപ്പെടുത്തുന്നത് പ്രാദേശിക ഗവൺമെന്റുകൾ നേരിടുന്ന സാമ്പത്തിക പരിമിതികൾ പരിഹരിക്കുന്നതിനൊപ്പം ആഗോള പ്രവണതകളുമായി യോജിക്കാനുള്ള നീക്കമായി കണക്കാക്കുന്നു. പുതിയതായി അവതരിപ്പിച്ച ടൂറിസം നികുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്ന് എഡിൻബർഗ് ആണ്. അവിടെ രാത്രി തങ്ങുന്നതിന് 5% സന്ദർശക ലെവി നടപ്പിലാക്കാൻ സിറ്റി കൗൺസിൽ അടുത്തിടെ തീരുമാനിച്ചിരുന്നു. ലെവി വഴി പ്രതിവർഷം 50 മില്യൺ പൗണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ആദ്യകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മെച്ചപ്പെട്ട ലൈറ്റിംഗ്, കാൽനട സൗഹൃദ സംരംഭങ്ങൾ, മറ്റ് നഗര അടിസ്ഥാന സൗകര്യ പദ്ധതികൾ തുടങ്ങിയ നഗര മെച്ചപ്പെടുത്തലുകൾക്കായി ഈ പണം ഉപയോഗപ്പെടുത്തും. വിസിറ്റ് സ്കോട്ട്ലൻഡിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് 2023 എഡിൻബർഗ് ഏകദേശം 5 ദശലക്ഷം ഒറ്റരാത്രി സന്ദർശകരെ സ്വാഗതം ചെയ്തു. സമ്പദ് വ്യവസ്ഥയിലേക്ക് 2.2 ബില്യൺ പൗണ്ടാണ് ഇതിൽ നിന്ന് സംഭാവന ചെയ്തത്. പുതിയ ഫീസ് 2029 പ്രതിവർഷം 45 മില്യൺ പൗണ്ടിനും 50 മില്യൺ പൗണ്ടിനും ഇടയിലാകുമെന്ന് കൗൺസിൽ പ്രതീക്ഷിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് സ്വാഗതം. വിദേശ സഞ്ചാരികൾക്കായി അതിർത്തികൾ തുറന്ന ഉത്തര കൊറിയ. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് ഇനി ഉത്തര കൊറിയയുടെ സൗന്ദര്യം ആസ്വദിക്കാം. വിലക്കുകൾ നീക്കി അതിർത്തികൾ തുറന്നിരിക്കുകയാണ് കിം ജോങ് ഉൻ. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വിദേശികളുടെ ചെറുസംഘം കഴിഞ്ഞയാഴ്ച രാജ്യത്തെത്തി. 2020 ജനുവരിയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. കോവിഡ് കാലത്താണ് നിയന്ത്രണം. 2022 മുതൽ നിയന്ത്രണങ്ങൾ നീക്കിവരികയാണ്. ടൂറിസത്തിലൂടെ വരുമാനം നേടിയിരുന്ന രാജ്യത്ത് കോവിഡ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇതിൽ നിന്ന് കരകയറി വരികയാണ് ഉത്തര കൊറിയ. റഷ്യയുമായുള്ള അടുത്ത ബന്ധം കാരണം ഇവിടെ നിന്നുള്ള സന്ദർശകരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം 880 റഷ്യൻ സഞ്ചാരികൾ ഉത്തര കൊറിയ സന്ദർശിച്ചു. വരും വർഷങ്ങളിൽ വിനോദസഞ്ചാരത്തിലൂടെ രാജ്യത്തേക്ക് വരുമാനം കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് സർക്കാർ ആലോചിക്കുന്നത്. കിഴക്കൻ തീരത്ത് വിനോദസഞ്ചാര കേന്ദ്രം ജൂണിൽ തുറക്കാനുള്ള പദ്ധതിയും അതിൽ ഉൾപ്പെടുന്നു. ഇനിയും ഒട്ടേറെ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. ദുബായിൽ പ്രവാസികൾക്ക് വിസ പുതുക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം മതി. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് സലാമ എന്ന പേരിൽ പുതിയ AI പ്ലാറ്റ്ഫോം പുറത്തിറക്കി. ദുബായ് ബസ് സ്റ്റേഷനുകളിലും മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സേവനം ഏർപ്പെടുത്തി. ഇത്തിസലാത്തുമായി സഹകരിച്ചാണ് RTA വൈഫൈ സേവനം നൽകുന്നത്. ഷാർജയിൽ കെട്ടിടം വാടകയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. ഇനി കെട്ടിടം വാടകയ്ക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ കയറിയിറങ്ങേണ്ട. കുവൈറ്റിൽ കമ്പനികളുടെ വർക്ക് പെർമിറ്റ് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തി. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദുബായ് മെട്രോ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ വഴി നോൾ കാർഡ് റീചാർജിനുള്ള കുറഞ്ഞ തുക 20 ദിർഹമാക്കുന്നു. മാറ്റം നിലവിൽ വരുന്നത് മാർച്ച് 1 മുതൽ. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. $175 വർഷം മുൻപത്തെ ഓസ്ട്രേലിയൻ ജീവിതം കാണണോ? അതും ലൈവായി. കാണാം ഡെസ്റ്റിനേഷൻ. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ.
ഒരു പച്ചമീൻ വിഭവം. ചിപ്സ് പോലെ അല്ലെങ്കിൽ സാലഡ് പോലെ കഴിക്കാവുന്ന ഡിഷ്. ജപ്പാൻകാരുടെ പ്രിയ വിഭവം.